മിസ്റ്റർ ജേക്കബ്, എല്ലാവരെയും രക്ഷപ്പെടുത്തിയോ? അങ്ങേക്ക് അറിയാവുന്ന വിവരങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? കരക്ക് കയറ്റിയിട്ടുണ്ട്. ഇനിയും ആരും തന്നെ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടുപേരുടെ സ്ഥിതി ശകലം ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിന് പോയ വണ്ടിയാണ്. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിന് ഇന്നലെ പോയ വണ്ടിയാണ്. ആ വണ്ടി തിരിച്ചു വരുന്ന വഴിയിലെ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും ഇടയിലുള്ള പുല്ലുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ബാരിക്കേഡ് തകർത്ത് താഴേക്ക് പോവുകയായിരുന്നു, ഒരു 30 അടി താഴ്ചയിലേക്ക്. അവിടെ കുറച്ച് മരങ്ങളുണ്ടായിരുന്നുകൊണ്ട് അതിൽ തട്ടിയാണ് നിൽക്കുന്നത്. അങ്ങ് ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളല്ലല്ലോ നേരത്തെ? അങ്ങ് ഈ വാഹനത്തിലുണ്ടായിരുന്നോ അതോ അതുവഴി കടന്നു? ഞാൻ കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലെ ജനറൽ മാനേജറാണ്. എന്റെ വീട് ചങ്ങനാശ്ശേരിയാണ്. ഞാൻ ഈ വീട്ടിലേക്ക് പോകുന്ന ചങ്ങനാശ്ശേരിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയില് കടന്ന് മേളേറ്റ് കയറി വരുമ്പോഴാണ് ഈ താഴെ നിന്ന് വന്ന വണ്ടി താഴോട്ട് പോകുന്നത്. അപ്പൊ താങ്കളുടെ ഒപ്പം നിന്ന് നേരത്തെ രണ്ടുപേരും പ്രതികരിച്ചിരുന്നല്ലോ അല്ലെ? അവര് യാത്രക്കാർ, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ, അതവരെ യാത്രക്കാരാണ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. യാത്രക്കാരാണ്, ആ വണ്ടിയിലെ യാത്രക്കാരാണ്. അവർ ഈ വണ്ടിയിലെ യാത്രക്കാരാണ്. അല്ല, അവർക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? അങ്ങനെ ഗുരുതരമായ പരിക്ക് ആർക്കെങ്കിലും ഉണ്ടോ? രണ്ടുപേരുടെ കാര്യം സ്വല്പം ഗുരുതരം തന്നെയാണ്. കൊണ്ടുപോയിട്ടുണ്ട്. എങ്ങോട്ടെ? ഇവരെല്ലാം അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മുണ്ടക്കയം. അതെ അല്ലെ? ഈ കുട്ടികൾ എങ്ങനെ ഉണ്ടായിരുന്നോ കൂട്ടത്തിൽ? മുണ്ടക്കയം. ഈ സംഘത്തിൽ കുട്ടികൾ ഉണ്ടായിരുന്നോ? കുട്ടികളെ ഉള്ളതായിട്ട് വലിയ അറിവില്ല. പ്രായമായവരൊക്കെ തന്നെയാണ്. അവർ ടൂർ പോയതാണ്, തഞ്ചാവൂരിന് ടൂർ പോയതാണ്. അപ്പം ടൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് സംഭവം ഉണ്ടാകുന്നത്. ശരി, എന്തായാലും അങ്ങയുടെ ക്യാമറയിൽ നിന്ന് ഞങ്ങൾക്ക് ആ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് കിട്ടുന്നത്. ആ വാഹനവും കൂടി കാണാം. ബസ് താഴെ കിടക്കുന്നു. അപ്പൊ എല്ലാവരെയും കൊണ്ടുപോയി. ഇനി അവിടെ ബസ്സിൽ ആരും അവശേഷിക്കുന്നില്ല. ഒരു മണിക്കൂർ സംഭവം നടന്നിട്ട് ഇപ്പൊ ഒരു 1.5 മണിക്കൂറായി. 6:15 നടന്ന സംഭവമാണ്. ഇപ്പം ആൾക്കാരെല്ലാം മൂവ് ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടറും പോലീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം ഉടനെ ഇടപെട്ടു. കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി. ഫയർഫോഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. ആംബുലൻസ് വന്നു, എല്ലാവരെയും ഷിഫ്റ്റ് ചെയ്തു. അതിനു മുമ്പേ തന്നെ സ്വകാര്യ വാഹനങ്ങളിൽ എല്ലാവരെയും കൊണ്ടുപോയായിരുന്നു. ഈ ബസ് ഡ്രൈവറുടെ ഒക്കെ അവസ്ഥ എന്താണ്? അവരുടെ അവസ്ഥ നമുക്ക് ആരൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് ആയിരുന്നു അന്നേരപ്പോൾ. ഡ്രൈവറാണോ ആരാണെന്നുള്ളതേ. അപ്പം കിട്ടിയവരെ അപ്പൊ തന്നെ കയറ്റി വിടുകയായിരുന്നു. ശരി, എന്തായാലും വേഗത്തിൽ എല്ലാവരും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു അല്ലേ? കാലതാമസം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരുടെ സ്ഥിതി വളരെ ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ എറണാകുളത്തേക്കോ മറ്റോ കൊണ്ടുവരേണ്ടി വരുമോ? അത് നമുക്ക് ആ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടാലേ നമുക്ക് ആ ഒരു കാര്യങ്ങൾ അറിയുള്ളൂ. അല്ല, അങ്ങ് അവിടെ ഉള്ളപ്പോഴാണോ അവരെ ആംബുലൻസിലേക്ക് കൊണ്ടുപോയത്? കാഴ്ചയിൽ ഗുരുതര പരിക്കുള്ള പോലെ തോന്നുന്നു. ഗുരുതര പരിക്കുള്ളവരെ എല്ലാത്തരെയും ശാരീരിക വേദനകളൊക്കെ പറഞ്ഞവരൊക്കെ നമുക്ക് അവരുടെ CTO അല്ലെങ്കിൽ CT സ്കാൻ അല്ലെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുള്ളൂ, ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതെ. ഏതായാലും എല്ലാവരെയും കൊണ്ടുപോയി 34 പേരെയും കയറ്റിയിട്ടുണ്ട്. മുകളില് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവര് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സുകാര്. ശരി. റോട്ടിൽ ഇപ്പോൾ യാത്രാ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? ബാക്കിയൊക്കെ ക്ലിയർ ആയി? അല്ല, റോഡിൽ ആദ്യം തടസ്സം ഉണ്ടായിരുന്നു. 6:15 മുതൽ തടസ്സം ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലിയറായി, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ശരി. എന്തായാലും വളരെ നന്ദി ശ്രീ ജേക്കബ് പ്രതികരിച്ചതിന്. അദ്ദേഹം ഫോണിലൂടെ നൽകിയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്. 34 പേർ സംഘത്തിലുണ്ടായിരുന്നു. 2 പേരുടെ നില അല്ലെങ്കിൽ പരിക്കൽപ്പം ഗുരുതരമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ച് അവരെ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഉള്ളവരുടെ പരിക്കത്ര കാര്യമായ പരിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. ജെയിൻ ഇസ്രാജുണ്ട്. ജെയിൻ, ലഭിക്കുന്ന വിവരങ്ങൾ കൂട്ടിച്ചേർക്കാം. ദിവിഷ്, 2 പേർക്ക് വളരെ ഗുരുതര പരിക്കുണ്ട്. അവരുടെ നില സീരിയസ് ആണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 34 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതൊരു തീർത്ഥാടന യാത്രയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രായമായവരും അതോടൊപ്പം തന്നെ മധ്യവയസ്കരായിട്ടുള്ള ആളുകളാണ് കൂടുതൽ ആയിട്ടുണ്ടായത്. ഇവർ ഇന്നലെ 5-ാം തീയതിയാണ് പോയത്. അതിനുശേഷം അവിടെ പോയതിനു ശേഷം മടങ്ങി വരുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. 34 പേരെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു വരികയാണ്. കൊല്ലം ദിണ്ടിഗൽ ദേശീയപാതയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്.
മുറിഞ്ഞുപുഴയ്ക്കും അതോടൊപ്പം തന്നെ പെരുവന്താനത്തിനും ഇടയിലാണ് ഈ സംഭവം. പുല്ലുപാറയിലാണ് ഈ അപകടമുണ്ടായത്. ഒരു വളവ് തിരിഞ്ഞു വരുന്നതിനിടയിൽ ഈ വാഹനം നിയന്ത്രണം നഷ്ടപ്പെടുകയും അത് താഴ്ചയിലേക്ക് മറിയുകയുമാണ് ഉണ്ടായത്. 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ ഈ വാഹനം മരത്തിലും മറ്റും തടഞ്ഞു നിന്നതാണ് വലിയ ഒരു ദുരന്തം ഒഴിവാക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2 പേർക്ക് വളരെ ഗൗരവമുള്ള പരിക്കുണ്ട്. ഒരാളുടെ നില അതീവ ഗുരുതരം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ദിവിഷ്.